അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് ആർപ്പിയിലോട്ട് കയറാം. അല്ല, ആർപ്പിയിലല്ല, വാലറന്റിലോട്ട് കയറാം. ഗൈസ്, ആദ്യം തന്നെ ഞാൻ പറയാം. മെയിനായിട്ട് നിങ്ങൾക്കെല്ലാം അറിയേണ്ട, നിങ്ങളെല്ലാം കേൾക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കുമെന്ന് ആണ് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് സരക്ക് ഇറങ്ങിയപ്പോഴും അതിനു മുമ്പും ഞാനും സരക്കും തമ്മിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതായിട്ടുണ്ട്. സോ അതിൻ്റെ പേരിലാണ് സരക്ക് കഴിഞ്ഞ വട്ടം ആണെങ്കിലും ഇതിൽ നിന്ന് ഇറങ്ങിയത്. അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു വട്ടം ആ ഒരു ക്ലാഷ് വന്നതിന് ശേഷം വീണ്ടും വീണ്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി കേട്ടോ. വീണ്ടും 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 അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അത് കുറച്ച് ശോകമായി തുടങ്ങി. അത് അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പം നമ്മൾ അതുവരെയുള്ള ഇഷ്യൂസ് എല്ലാം നമ്മൾ പറഞ്ഞ് സോൾവ് ആക്കിയതായിരുന്നു. സോൾവ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് മറ്റേ AGRലെ ഇഷ്യൂ നടന്നതിൻ്റെ അന്ന് ഞാൻ ലൈവ് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവൻ ഗ്രൂപ്പിൽ ഇതുപോലെ ഇട്ടേക്കുന്നു, എന്താ, ഞാൻ ടി വിയിൽ നിന്ന് ഇറങ്ങുവാണ്, സോ എല്ലാവർക്കും ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ മെസ്സേജ് ഇട്ട്. സോ മെസ്സേജ് ഇട്ടപ്പോഴത്തേക്കിനും എന്നിട്ട് ഉച്ചയ്ക്ക് ലൈവ് വന്നപ്പോൾ ഞാൻ ഓർത്ത് അന്നേരത്തെ ഒരു ഇതിൻ്റെ പുറത്തിട്ടതായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഞാനും ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ എന്നിട്ട് ഉടനെ തന്നെ അവനെ ഫോൺ വിളിച്ച് ഒരു 10 വട്ടം ഞാൻ വിളിച്ചു, ജോക്കി വിളിച്ചു, എല്ലാവരും വിളിച്ചു, ഞങ്ങളെല്ലാവരും വിളിച്ചതിന് ശേഷം അവൻ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പം മെസ്സേജ് ഇട്ട് പറഞ്ഞ് സംസാരിക്കാൻ താല്പര്യമില്ലടാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചു. അന്നേരം ഞാനിങ്ങനെ എൻ്റെ സൈഡിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അവൻ അവൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളും പറയുന്നു. സോ ഒരു സൈഡിൽ അവൻ്റെ ചേട്ടൻ, ഒരു സൈഡിൽ TV എന്ന് പറയുമ്പോഴത്തേക്കിനും അത് അങ്ങനെ ഡിസ്കഷനിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ കോൾ വിളിച്ചിട്ട് പിന്നെയും കോൾ വിളിച്ചിട്ട് എടുത്തില്ല, കോൾ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു. ആൻഡ് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോ, ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടോട്ട് പോയി, അതായത് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഷൂട്ടിന് എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഉറങ്ങി കിടക്കുമ്പോഴാണ് ജോക്കി എന്നെ വിളിച്ചിട്ട് പറയണത്. ജോക്കി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ എന്താ റുബൽ ഇതുപോലെ ലൈവ് ഇട്ടിട്ട് ഇറങ്ങുവാന്ന് അനൗൺസ് ചെയ്ത്, എന്താണ് ഇത്, ഇങ്ങനത്തെ കാര്യം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ്, എന്താ ജോക്കിന് ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് TV റിലേറ്റഡ് ആയെന്ന് എനിക്ക് ഒന്നാമത്തെ കാര്യം ഒന്നും മനസ്സിലായില്ല. മേ ബി ചിലപ്പോൾ പഴയ ഇഷ്യൂസ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന സംസാരങ്ങളും ഞങ്ങളുള്ള ഇതെല്ലാം അവന് ബാഗ് അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് സ്റ്റിൽ അപ്പം ഞാനും വിചാരിച്ചെന്ന് പറഞ്ഞാൽ, അപ്പം അവൻ നിർത്തി, എല്ലാവരും നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് അങ്ങ് നിർത്താം എന്നുള്ളൊരു കാര്യമാണ് ഞാനും വിചാരിച്ചിരുന്ന കാര്യം, ഞാനും പറഞ്ഞ കാര്യം അത് തന്നെയാണ്. പക്ഷെ അവരുടെ ഇപ്പം അവനാണെങ്കിൽ തന്നെ പറയണമെന്ന് പറഞ്ഞാൽ, എന്താ, അവർ വേറെ സെർവറിൽ പോയി RP കളിക്കുവാണ്, വേറെ സെർവറിൽ പോയി കളിക്കും. എന്താ, അവിടെ ഇപ്പോൾ ഗ്യാങ് തുടങ്ങുന്നൊന്നുമല്ല ഗൈസ് ഞാൻ പറയണത്. അവൻ പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ്, അവർ വേറെ സെർവറിൽ പോയി RP ചെയ്തോളാം എന്നുള്ളൊരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു കൺസേൺ ഞാൻ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. നിങ്ങളോട് ഞാൻ മെയിനായിട്ട് എൻ്റെ ഒരു കൺസേൺ പറഞ്ഞുതരാം. നമ്മുടെ അതിനകത്ത് TV ചന്ദ്രനടക്കം കുറേ പേര്, ഞാൻ RP അങ്ങനെ അധികം കയറാറില്ല, നിങ്ങൾക്കറിയാം. ഞാൻ സ്ട്രീം ചെയ്യുന്നത് ഇങ്ങനത്തെ ഗെയിംസും ഇതൊക്കെയാണ് മോസ്റ്റ്ലി ഞാനിപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. എനിക്കതൊരു വരുമാന മാർഗം എന്നുള്ളൊരു സാധനമായിട്ട് ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. ലോക്കോ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ മെയിൻ ഇൻകം സോഴ്സ് അതായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ ഇൻകം സോഴ്സ് അതല്ല. ഞാൻ അങ്ങനത്തെ ഒരു രീതിയിൽ, നിങ്ങൾക്ക് തന്നെ അറിയാം, ആണ്ടിലൊരിക്കൽ RP കയറുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറേ പേര് ഈ പറയണത് പോലെ സ്ട്രീമും ഇതൊക്കെ ചെയ്ത് ഇതാക്കുന്നവരുണ്ട്. ആൻഡ് പെട്ടെന്ന് വന്ന് നിർത്തുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കാര്യങ്ങളെ ബാധിക്കും. ആൻഡ് എൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്, പോകുന്നവരൊക്കെ പോട്ടെ, നിൽക്കുന്നവരൊക്കെ നിൽക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ കൊണ്ടുവന്നത്, ഇവിടെ വരെ പെട്ടെന്ന് കൊണ്ടുവന്നതാ. അപ്പം നിർത്തുവാണെങ്കിൽ എല്ലാവരോടും ഒരുമിച്ച് നിർത്തും എന്നുള്ള വാർത്തയായിരുന്നു ഞാൻ കേൾക്കണമെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. ഇതങ്ങനെയല്ല. ഒരു അവരപ്പുറത്ത് പോയി ഇപ്പോൾ RP കളിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ മാത്രമായിട്ടത് നിർത്തിപ്പോയിട്ട് എനിക്ക് കാര്യം ഉണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ഇത് നിർത്തത്തില്ല. TV ഇവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് TVയിൽ ആരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ RP കളിക്കും. ഇത്രയും നാൾ ലൈക്ക് വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ പറയാണ്, ഞാൻ ഒരിക്കലും അവനെ എടുത്ത് കുറ്റം പറയത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്തും പറയാണ്, ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അവൻ TVയുടെ കാര്യങ്ങൾ നോക്കി ഏറ്റെടുത്ത് നടത്തുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാഞ്ഞതും ഞാൻ ഇതാക്കാഞ്ഞതും. സീരിയസ് ആയിട്ട് പറയുവാണ്. അവൻ അത്രയും ഭംഗിയായിട്ട് ഗൈസ്, നമ്മൾ അത്രയും ഭംഗിയായിട്ട് അവൻ അടിപൊളിയായിട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ അതിൽ ഇൻ്റർഫിയർ ചെയ്യാത്തതും
ഒന്നും ചെയ്യാത്തത് അതുകൊണ്ടാണ്. കാരണം അവൻ അത്രയും ഇതാണ്. അവൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുന്നു. എനിക്ക് അതിനപ്പുറത്ത് വേറെ അവനെ കുറ്റം പറയാനും ഒന്നുമില്ല. എല്ലാവരും ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. ലൈക്ക് അവരൊക്കെ അവിടെ കളിക്കുവാണെന്നാണ്, അല്ലെങ്കിൽ എല്ലാം ഇതിനി ഒരുമിച്ച് സോർട്ട് ചെയ്യാന്ന് പറഞ്ഞ കേസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. രണ്ടുപേരുടെയും മൈൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇത് സോർട്ട് ചെയ്യുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അത് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഇത് മാത്രം ഡിസിഷൻ മാത്രമാണ് ഞാൻ പറയണത്. ഇപ്പം ഈ വഴിയിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ കൂടെ വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് പിള്ളേരെ വഴി കളഞ്ഞിട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. ആൻഡ് ടി വി വിൽ ബി ദെയർ. ഞാൻ അതിൽ അവർ ആർ പിയുടെ കാര്യം മാത്രമല്ല, അത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. സോ എനിക്ക് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരാളെ കുറ്റം പറയാനില്ല. ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അങ്ങനെ കുറ്റം പറയാനുള്ള ഒരു സാധ്യതയില്ല എനിക്ക്. പക്ഷെ കുറ്റം പറയാനുള്ള കുറച്ച് തള്ളയോളികളുണ്ട്. അവരുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. അതുകൂടെ പറഞ്ഞിട്ട് പോകണം. നമ്മളിങ്ങനൊരു സാധനം നമ്മളിങ്ങനെ സ്റ്റോറി ഇട്ടപ്പം എവിടുന്നോ വന്ന തീട്ടമൊക്കെ എവിടുന്നോ വന്ന തീട്ടം എന്നല്ല, സ്വർഗരാജ്യത്തിലെ പട്ടികൾ. സ്വർഗരാജ്യം എന്ന് പറഞ്ഞൊരു കുണ്ണ സെർവർ ഉണ്ടായിരുന്നല്ലോ, അവിടുത്തെ പട്ടികൾ കൺമ എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്നത്. എടാ എടാ നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട്? ടി വിയെ കളിച്ചൊരു സെർവർ, അത്രേ ഉള്ളൂ. നീയൊക്കെ മനസ്സിലായ? ടി വിയെ കളിച്ചുകൊണ്ടിരുന്ന ഒരു സെർവർ, ആകെ അഡ്മിൻസും മറ്റേ പെമ്പിളർ നടക്കണവന്മാരും മാത്രമായിട്ട് മറ്റേ മൂഞ്ചിക്കൊണ്ടിരുന്ന ഒരു സെർവറിൽ 10 പേര് കയറിയത് ടി വി വന്നപ്പോഴാണ്. മനസ്സിലായ? നിങ്ങൾ അഡ്മിൻസും മറ്റേ മാത്രമല്ലാതെ ബാക്കി ഒരു 5 പ്ലേയേഴ്സ് ആയിട്ട് വന്നത് ടി വി ആണ് അവിടെ ആദ്യം. അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവന്മാർ വന്നിട്ട് നിന്റെയൊക്കെ മറ്റേ ഡയലോഗ് അടി കേൾക്കണമല്ലോ. നീയൊക്കെ എന്തോ വിചാരിച്ചു കൊണ്ടേ അങ്ങ് നിർത്തി പോവാന്നോ? നിർത്തുന്നില്ലടാ തീട്ടങ്ങളെ. നിന്റെ ഐറണി കുണ്ണയ്ക്കകത്താ. ഓടാ കുണ്ടങ്ങളെ. നിന്നെയൊക്കെ കണ്ടേച്ചാലും മതി. മറ്റേ തീട്ടങ്ങള് മറ്റേ എല്ലാ എന്തോ വലിയ സംഭവമായിരുന്ന പോലെ നീയൊക്കെ മറ്റേ മോസ്റ്റ് അഡ്വാൻസ്ഡ് സെർവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ അവിടെ വന്ന് കളിച്ചത്. അല്ലാതെ നക്കി വിളിച്ചോണ്ടല്ല. ഞങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു വേറെ. കൂടെ നിൽക്കുക എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മളെ മറ്റേ ഇൻവൈറ്റ് ചെയ്ത് അവിടോട്ട് വിളിച്ചിട്ട് പ്ലീസ് നമ്മുടെ നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ നിന്നവരല്ലേടാ, നിങ്ങൾ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്തിട്ടില്ലേടാ, മെമ്പർഷിപ്പ് ഒക്കെ ചെയ്തിട്ടില്ലേടാ, നമ്മളിവിടെ വന്ന് കളിക്കണം എന്ന് പറഞ്ഞ് നിന്ന നായ്ക്കള് ഇന്ന് ഇവിടെ വന്നിട്ട് മെസ് ഡയലോഗ് അടിക്കണം. അവൻ്റെയൊക്കെ അണ്ടിയിലെ മെസ് ഡയലോഗ്. എടാ പോയി വല്ല തീട്ടം വരുത്തുന്ന ജീവിക്കടാ. എടാ നീയൊക്കെ വല്ല മറ്റേ ഫ്രീ മറ്റേ ഇത് കൊടുത്തിട്ട് പോലും ഏതെങ്കിലും പട്ടികൾ അവിടെ വന്ന് കളിക്കുന്നുണ്ടോ? അതിനർത്ഥം നിന്റെയൊക്കെ കുണമാണ്. മനസ്സിലായ? നിന്റെയൊക്കെ കുണം ഇങ്ങനെ ആയതുകൊണ്ടാ. നീയൊന്നും ഗതി പിടിക്കാത്തത് അതുകൊണ്ടാ. മനസ്സിലായ? അയ്യോ, ഒരു വൈറ്റ് ലിസ്റ്റ് എടുത്താൽ വേറൊരു നമ്മൾ ഇപ്പൊ പോയി ഒരാൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു വൈറ്റ് ലിസ്റ്റ് എടുത്താൽ നമ്മുടെ കുഞ്ഞമ്മയ്ക്കും വൈറ്റ് ലിസ്റ്റ് ഫ്രീ, 2 പേർക്ക് വൈറ്റ് ലിസ്റ്റ് ഫ്രീ. ഇതാണ് അവരുടെ ഓഫർ. എന്നിട്ടും അവിടെ കളിക്കാൻ അവന്റെ തന്തയില്ല. അവനൊക്കെയാണ് വാരി എറിയുന്നത്. ഗൈസ്, എൻ്റെ ഡിസിഷൻ ഞാൻ പറയാണ്. ഞാൻ ടി വിയെ മുന്നോട്ട് തന്നെ കൊണ്ടുപോവാണ്. അതിൽ വേറെ ഒരു ഇതും ഇല്ല. അതിപ്പം ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലേലും ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇറങ്ങുന്നവർക്കൊക്കെ ഇറങ്ങാം, നിൽക്കുന്നവർക്കൊക്കെ നിൽക്കാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു 3 പിള്ളേരെങ്കിൽ 3 പിള്ളേരല്ല, 4 പിള്ളേരെങ്കിൽ 4 പിള്ളേർ അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അതിൽ ആദ്യം വന്ന് മെസ്സേജ് അയച്ച ആൾക്കാരടക്കം കീരി അടക്കം വന്ന് പറഞ്ഞാണ്, എടാ നമ്മൾ 4 പേര് തുടങ്ങിയതാണ്, നമ്മൾ 4 പേരായിട്ട് തുടങ്ങിയതാ, അത് ഇങ്ങനെ ഇറങ്ങി പോകാൻ എനിക്ക് താല്പര്യമില്ല. അല്ലാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എനിക്ക് താല്പര്യം. ആൻഡ് എല്ലാവർക്കും ഒരുമിച്ച് നിർത്തണം എന്ന് തോന്നുന്ന ഒരു ടൈമിൽ അങ്ങ് നിർത്തിക്കോളാം. ആൻഡ് വേറെ ഞങ്ങൾ ഇറങ്ങുന്നവരോടും പോകുന്നവരോടും പോയവരോടും ഒന്നും എനിക്ക് ഒരു ദേഷ്യവും ഇതും ഇല്ല. പക്ഷേ ഈ ലാസ്റ്റ് ഒരു സിറ്റുവേഷൻ എന്ന് പറയണത് ടി വി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലായിരുന്നു. ഈ പറയണത് പോലെ ഇന്നലെ AGR ആയിട്ടുള്ള ഇതിൽ നമ്മൾ സംസാരിച്ച് അതിനകത്ത് വേഴ്സായിട്ട് അവന് ഇതായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയാലോ, എനിക്കിതിപ്പം നിർത്താൻ എന്തായാലും താല്പര്യമില്ല. എനിക്കിപ്പോൾ എന്തായാലും സത്യമായിട്ട് പറഞ്ഞാൽ എനിക്കിത് നിർത്താൻ താല്പര്യമില്ല. ഇത് വഴിയിൽ ഇട്ടിട്ട് പോകാൻ എന്തായാലും താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, 5 പേരെ ഉള്ളെങ്കിൽ 5 പേരെ അവരെ വെച്ച് ചെയ്യുന്നത് അത് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ടി വിക്ക് മുമ്പ് ഉണ്ടായതാണ് വരുന്തു വാസു. ആ വരുന്തു വാസുവിന് അത് ഇവിടെ വരെ എത്തിക്കാമെങ്കിൽ ഇനി അങ്ങോട്ട് മുമ്പോട്ട് എത്തിക്കാം. ഇറ്റാച്ചി ആൻഡ് രായൻ ലെഫ്റ്റ്. ഇറ്റാച്ചി രായൻ മാത്രമല്ല ബ്രോ, കുറച്ച് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബ്രോ, എനിക്ക് അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ മാത്രം നോക്കിയാൽ പോരാ. ഇത് വെറുതെ ഒരു ഗ്യാങ് ലെഫ്റ്റ് ആവുന്നു അങ്ങനത്തെ ഒരു സ്കീം അല്ല ഇത്. എനിക്കിത് അതല്ല. മനസ്സിലായ? എനിക്ക് സത്യം പറഞ്ഞ ഇത് അതല്ല. എനിക്കെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്.
ഇപ്പൊ ചന്ദ്രൻ ആയിക്കോട്ടെ, സ്ട്രീം ചെയ്യണ ബാക്കി പിള്ളേരായിക്കോട്ടെ, അവർക്കൊക്കെ ഇതൊരു എന്താ പറയാ, അവരുടെ ഉപജീവന മാർഗമാണ് മെയിൻ ആയിട്ട്. അപ്പോ അവരുടെ കാര്യം കൂടെ എനിക്ക് കൺസിഡർ ചെയ്യണം. എനിക്ക് കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും സീരിയസ് ആയിട്ട് ഞാൻ വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ ഒരു സമയത്ത് പോയവരൊക്കെ പൊക്കോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഇത്. ഇനി തിരിച്ചു വരണ്ട. ഞാൻ തിരിച്ചു വിളിക്കാൻ ഒരിക്കലും പോകത്തില്ല. ഇനി ഞാൻ തിരിച്ചു വിളിക്കാൻ പോകത്തില്ല. പോയവർ പൊക്കോട്ടെ. പക്ഷെ എനിക്ക് ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ എനിക്കിവിടെ വേണം. അത് അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെ എന്തായാലും എനിക്ക് വേണം. ഞാൻ ഇനി ആരും തിരിച്ചു വിളിക്കാൻ പോകത്തില്ല. പെട്ടെന്ന് സഡൻ ആയിട്ട് പിള്ളേരോടൊന്നും ഞാൻ സിറ്റുവേഷനിൽ കയറാൻ പറയത്തില്ല. അവർക്ക് പറ്റുന്ന സമയത്ത് കയറട്ടെ, ഇറങ്ങുന്നവരൊക്കെ ഇറങ്ങട്ടെ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് വേറെ ഡിസിഷൻസ് ഒന്നും പറയില്ല ഗൈസ്. ഞാൻ നിങ്ങളുടെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാരെ വന്നിരുന്ന് ഒരിക്കലും തെള്ളി പറയാനും ചീത്ത വിളിക്കാനും എന്നെ കൊണ്ട് നടക്കത്തില്ല. കാരണം ഇത്രയും നാൾ ഫേക്കായിട്ടല്ല നിന്നത്. എനിക്ക് അവരുടെ അടുത്തൊക്കെ അത്രയും കാര്യമുണ്ട്. അതുകൊണ്ട് അവരെ ആരെയും എനിക്ക് ഇവിടെ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാനും ഇത് പറയാനും ഒന്നും ദയവ് ചെയ്ത് എനിക്ക് താല്പര്യമില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ഇപ്പോഴേ പറയാണ്. ബാബു പോയോ? അങ്ങനെയല്ല ബ്രോ, ബാബു പോയെന്നല്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കറൻ്റ്ലി ഞാനിത് ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഇപ്പം ഇവിടെ ഉണ്ടാവുന്നവരുടെ ആൾക്കാരുടെ എണ്ണം എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. എന്നാലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇതെന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ ചന്ദ്രന, ബാബു, ഗീരി, നീലൻ, ബോബോയ്, വില്ലുമോന്, സ്നൈപ്പ്, കണ്ണാപ്പി, മാഡി, ബാലൻ, മണവാള, സ്രില്ല്, സാവേജ്, SRK, സക്കീർ, ഇവരെല്ലാം ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ബാക്കി ഞാൻ അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ചോദിച്ചിട്ടില്ല, എല്ലായിടത്തും അങ്ങനെ സംസാരിച്ചിട്ടില്ല. ബാക്കി ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ. ആൻഡ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത്രയും നാളെ എനിക്ക് അങ്ങനെ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിബൽ നന്നായിട്ട് അത് നോക്കി അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാറിൽ പോലും ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണത്, എടാ റിബലിന്റെ കോള് കേക്ക്, റിബലെ നീ ലൈനപ്പ് ഇട്ടോ, ഞാൻ അങ്ങനെ പറയണേ. എനിക്കതാണ് താല്പര്യം. കാരണം അവൻ നന്നായിട്ടാ നോക്കി നടത്തിയത്. ഇത്രയും നാൾ അവര് നന്നായിട്ടാണ് നോക്കി നടത്തിയത്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതായത് അവൻ ആ ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തിയത് കൊണ്ട് എനിക്ക് അത്രയും പ്രഷർ കുറഞ്ഞ് എനിക്ക് വേറെ ഗെയിംസ് സ്ട്രീം ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു മെയിനായിട്ട്. പക്ഷേ ഇനിയിപ്പം അങ്ങനെ അവൻ പോയ സ്ഥിതിക്ക് നോക്കി നടത്തിയേ പറ്റത്തുള്ളൂ എനിക്കത്. അപ്പം എനിക്ക് നോക്കി നടത്തിയേ പറ്റത്തുള്ളൂ. ആൻഡ് ഞാൻ മുന്നിട്ടിറങ്ങണം, ഞാൻ ടൈം സ്പെൻഡ് ചെയ്യണം, ഞാൻ ആ പിള്ളേരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതെനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ ഒരു ഇത് വേണം. അപ്പം മേ ബി കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് RPയിൽ ഞാൻ കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ പോവാണ്. കാരണം അത് ചെയ്തേ പറ്റത്തുള്ളൂ. രാത്രിയിൽ മോസ്റ്റ്ലി ഇപ്പം ഞാൻ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ എനിക്ക് അവരുടെ കൂടെ ഇരുന്നേ പറ്റത്തുള്ളൂ. എനിക്കത് ഇരിക്കണം ഗൈസ്. കാരണം എൻ്റെ അടുത്ത് സ്നൈപ്പ് പറഞ്ഞൊരു കാര്യം അതാണ്, ഞങ്ങൾക്ക് സരക്കണ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് സംസാരിക്കാനും എല്ലാത്തിനും. അപ്പോൾ അണ്ണൻ ഇനിയിപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ കൂടെ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. സോ അത് എനിക്ക് ആക്റ്റീവ് ആയേ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ അവർക്ക് വേറെ ആരുമില്ല ഇനി തൽക്കാലത്തേക്കിന്. അപ്പോൾ എനിക്കത് കൊടുക്കണം. ഇതാണ് ഗൈസ് എൻ്റെ സ്വർഗരാജ്യത്തിൽ ആഡീസയിൽ ഇപ്പോൾ എടുത്താൽ ഇരട്ടി എടുക്കുക റിസ് ആരെ കണ്ട് തുടങ്ങിയതല്ല TV ആയി ഇപ്പോൾ എടുത്ത ഡിസിഷനിൽ ഒത്തിരി സന്തോഷം. ഐ ലവ് യു ടോണി. താങ്ക് യു സോ മച്ച്. എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ഇതിനകത്ത് ഗൈസ് നമ്മുടെ കുറേ ഓഡിയൻസ് കുറേ പേര് വന്ന് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കരുതെന്ന് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ഇത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എല്ലാവരോടും ഒരുമിച്ച് നിർത്തുക എന്നുള്ളൊരു ഇതായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് നിർത്തിപ്പോയനെ ഗൈസ്. എനിക്കിതിപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഫീൽ ബാഡായി സത്യം പറഞ്ഞാൽ. സോ നീലം നല്ലൊരു ഐഡിയലാണ്, ഉറപ്പായിട്ടും നീലം നല്ലൊരു ഐഡിയലാണ്. അവനെ കൊണ്ട് പറ്റും, അവനെ കൊണ്ട് നോക്കാൻ പറ്റും. എനിക്കത് ഉറപ്പാണ്. സോ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ കഴിച്ച് ഞാൻ ഇവിടുന്നത് മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകും, ഒരുറപ്പാണ്. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത്രയും നാൾ നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക. അത് മാത്രമേ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും വേണ്ട. ഇതൊരു ഇതായിട്ട് ഇത് ചെയ്യരുത്. അങ്ങോട്ട് ഇത് പോയി മേ ബി ചിലപ്പോൾ നാളെ അവർ പോയി വേറെ ചിലപ്പോൾ അവർ ഗ്യാങ് തുടങ്ങാം, അല്ലെങ്കിൽ അവർ വേറെ RP കളിക്കാം. കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് നല്ലതെന്ന് പറയാം. പക്ഷെ അവിടെ പോയി അവരെ ചീത്ത വിളിക്കാനും ഇവിടെ വന്ന് നമ്മളെ ചീത്ത വിളിക്കാനും വേണ്ട. അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ?
അപ്പൊ ആരൊക്കെ ഗൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ ലിസ്റ്റ്. എനിക്ക് ടിവിയുടെ ലിസ്റ്റ് അറിഞ്ഞൂടാ ഇനി എത്ര പേര് ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിനെപ്പറ്റി അറിഞ്ഞൂടാ. എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റ് എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം. എനിക്ക് സീരിയസ്ലി എനിക്ക് അങ്ങനെ കുറച്ച് സമയം വേണം. കാരണം നേരെ ചെന്നിട്ട് പിള്ളേരുടെ അടുത്ത് ഗൈസ് ഇത്രയും നാൾ ഒരുമിച്ച് നിന്നിട്ട് നേരെ എന്നിട്ട് പിള്ളേരുടെ അടുത്ത് നീ അവൻ്റെ കൂടെ പോകണം എൻ്റെ കൂടെ പോകണം എന്നുള്ളൊരു കാര്യം അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ലഡ്ഡം അവർക്ക് ടൈം കൊടുത്തേക്കാം. പക്ഷേ ഞാനിത് ഇവിടെ വെച്ച് നിർത്തിയാൽ ഒരു വൃത്തികെട്ട നിർത്തലായി പോകും ഗൈസ്. സത്യമായിട്ട് ഞാൻ പറയാം, ഇവിടെ വെച്ച് നിർത്തിയാൽ അതൊരു വൃത്തികെട്ട നിർത്തലായി പോകും. അതിനോട് എനിക്ക് താല്പര്യമില്ല. അത്രയേ ഉള്ളൂ പറയാൻ എനിക്ക്. ആൻഡ് വൺസ് അഗെയിൻ എടാ ഉള്ളിടത്തോളം കാലം എനിക്ക് ഞാൻ തുടങ്ങിയ ഒരു സാധനം അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഗ്യാങ് എന്ന് തന്നെ പറയണം. എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. വേറെ എനിക്ക് ആർക്കും അത് ഇതിലേക്ക് കൊടുക്കുകയല്ല. എൻ്റെ സ്വന്തം ഗ്യാങ്ങായ ടിവിയെ ഇത്രയും നാൾ മുന്നിൽ നിന്ന് നന്നായിട്ട് നോക്കിയതിന് റിബലെ ഒരുപാട് താങ്ക് യു. ആൻഡ് ഒരുപാട് നന്ദിയുണ്ട് ആ ഒരു കാര്യത്തിൽ. സോ എനിക്കറിയാം ലൈക്ക് വൺസ് ആ ഇഷ്യൂസ് വന്നതിനൊരു ബാക്ക് ടു ബാക്ക് ഇനിയിപ്പോൾ അത് എന്ത് പറഞ്ഞാലും അതിലോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുക. അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എനിവേ താങ്ക് യു സോ മച്ച്. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ ആരോടും ഒരു ഹെയ്റ്റും ഒന്നും മനസ്സിലില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. ആൻഡ് ഇവിടുന്ന് ഞാൻ തുടങ്ങിയ സാധനം എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വഴി കളഞ്ഞിട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ മൂവിങ് ഓൺ ചെയ്യുവാണ്. ഉള്ള ആൾക്കാരെ വെച്ച് എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ള ഉറപ്പുള്ള പിള്ളേരെ വെച്ച് ഞാൻ മുമ്പോട്ട് പോകും. അത്രേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാം. സോ എന്തിനാ മൊത്തം കേറും. യെസ് ലെറ്റ്സ് ഗോ. ഏതാ കേസ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്? എടാ ഞാൻ സോൾവ് ആക്കാൻ നോക്ക്, സോൾവ് ആക്കുന്നുണ്ടാ. ഞാൻ വിളിച്ചോ മെസ്സേജ് അയച്ചോ റിപ്ലൈ ചെയ്യണ്ടേ? റിപ്ലൈ ചെയ്യണമെന്നില്ല. അതാണ് വേറെ മെസ്സേജ് അയച്ചാ റിപ്ലൈ ചെയ്യണ്ടേ? ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലേ, ഒരു ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് എന്നോട് ഉണ്ടോ എന്ന് ചോദിക്കരുത് ഗൈസ്. എനിക്ക് അതിന് കുറച്ച് സമയം വേണം. നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഓരോന്നോരോന്നും ചോദിച്ച് ഓരോരുത്തരടുത്ത് ചോദിച്ച് ഇതാക്കാൻ പറ്റത്തില്ല. അവരുടെയൊക്കെ താല്പര്യങ്ങളും അവരുടെയൊക്കെ ഇത് അറിഞ്ഞതിന് ശേഷം വേണം എനിക്കിത് നോക്കാൻ. അല്ലാതെ എനിക്ക് ഒറ്റയടിക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേര് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവന്റെ അടുത്തും പറഞ്ഞു, എടാ സോൾവ് ആക്കാം, നമുക്ക് സംസാരിച്ച് സോൾവ് ആക്കാം. ഞാൻ ട്രിപ്പിളിന് മെസ്സേജ് അയച്ചു, പക്ഷെ റെസ്പോൺസ് ഇല്ലാത്തടത്തോളം കാലം ഞാൻ എങ്ങനെ അവിടെ പോയി സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല ഫോട്ടോ വിട്ടേരെ ചോക്കി. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. ലൈക്ക് എല്ലാ സമയവും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പം ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഗൈസ്, അവനാണ് മെയിൻലി കോള് വിളിക്കുന്നതും ഇതാക്കുന്നതും. അപ്പോൾ പിള്ളേർ സെറ്റ് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് അവൻ്റെ കോളിലൊക്കെ. പെട്ടെന്നൊരു ദിവസം അവൻ ഇതുപോലെ ഗ്യാപ്പ് എടുത്തിട്ട് പോയോ പിന്നെയും തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതുപോലെ ഇറങ്ങിയിട്ട് പോകുമ്പോൾ അത് അവരെയും ബാധിക്കുന്നുണ്ട്. എനിക്കിനി ഈ ലൈനപ്പും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകണം. സോ അതിനൊരു പ്രത്യേക കാര്യങ്ങൾ സെറ്റ് ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് ഇതാക്കി കൊണ്ടുപോകണം. അല്ലാതെ ഇതാക്കൽ. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം, ഇത് ഇവിടെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ എൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം. ഇതിന്റെ എൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ്. ഇപ്പം എൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പിള്ളേരിനകത്ത് ഇപ്പം കൺസേൺ ആയിട്ട് നിൽപ്പുണ്ട്. ലൈക്ക് ഇത് പ്രതീക്ഷ നിൽപ്പുണ്ട്. അപ്പൊ ആ സമയത്ത് ഇത് നിർത്തിയിട്ട് പോകണ്ട. എന്നിട്ട് ഞാൻ അതാ പറഞ്ഞത്, നിർത്തിയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ നിർത്താൻ തന്നെ വിചാരിച്ചിരുന്നതാണ്. അപ്പോഴും എന്നോട് എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലൈക്ക് അവര് ഇനിയും RP കളിക്കും എന്നുള്ളൊരു രീതിയിലാണ് അവര്. നമ്മുടെ പിള്ളേരാണെങ്കിലും അവര് പറഞ്ഞ് അവർ RP കളിക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സാധനം ഇപ്പം ഹിറ്റായത്. ലൈക്ക് ഹിറ്റെന്നല്ല, ലൈക്ക് ആ ഒരു സാധനം കൊണ്ടുവന്ന ലൈക്ക് അടിപിടി അല്ലല്ലോ നമ്മൾ ആദ്യം തൊട്ടായി കൊണ്ടുവന്ന സാധനം. ഈ അടിപിടിയൊക്കെ റീസെന്റ് ഉണ്ടാവില്ലേ? TV അറിയപ്പെടുന്നതിനെ കമ്മ്യൂണിക്കേഷൻ അർപ്പിക്കാം. അപ്പൊ ആ ഒരു സാധനത്തിനുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇതിനകത്ത്. റിബൽ അവന്റെ ഡിസിഷൻ അത് റെസ്പെക്ട് ചെയ്യുന്നവൻ ഇറങ്ങുന്നു. പക്ഷെ ഞാൻ മാക്സിമം നോക്കി ലൈക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടും സംസാരിക്കാൻ വേണ്ടി, പക്ഷെ ഒരു സൈഡിൽ നിന്നുള്ള റെസ്പോൺസും ഉണ്ടായില്ല. അണ്ണാ ഇത്രയും നാളെ ഞങ്ങൾ ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവും. ശരത് ബ്രോ താങ്ക് യു സോ മച്ച്. അണ്ണന്റെ തീരുമാനത്തിനൊപ്പം ഞങ്ങളുണ്ടാവും. ടോക്കിയോ ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 100. വാസണ്ണ കേൾക്കുമ്പോൾ ഒരു വിഷമം, ഒരുപാട് സ്നേഹത്തോടെ പുറത്ത് കെട്ടിപ്പൊക്കിയതാണ് TV. ശ്യാംകുമാർ ബ്രോ അങ്ങനെ കൊണ്ടുവന്ന ഒരു സാധനം നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം വിട്ടിട്ട് കളഞ്ഞിട്ട് പോകാനും പറ്റത്തില്ലല്ലോ ശ്യാംകുമാർ ബ്രോ. അതെനിക്ക് കളയാനുള്ള ഒരു മനസ്സ് വരുന്നില്ല. ഒരു ഡൗൺ ടൈം എന്തായാലും ഉണ്ടാവും, പക്ഷേ RP ആക്റ്റീവ് ആയാൽ തീരാവുന്നതേ ഉള്ളൂ. ഇത് യു ആർ വേ ഇനഫ് ടു ഗെറ്റ് ബാക്ക് ടു ട്രാക്ക്. ഭീകരൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 100 rupees. യെസ് ഐ ക്യാൻ. എനിക്കറിയാതെ
സോ അത്രേ ഉള്ളൂ കേസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പറയാൻ അത്രേ ഉള്ളൂ. ബാക്കി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ആൻഡ് ഒരുപാട് നമ്മുടെ അതിനകത്ത് കയറണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പിള്ളേരുണ്ട്. അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്രോ സ്ലോട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചൊക്കെ. ഞാൻ പറയണ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് അതൊന്നും അല്ല എൻ്റെ മൈൻഡിൽ. എന്ന് വെച്ചാൽ പോയവരെ റീപ്ലേസ് ചെയ്യുക, അത് അങ്ങനത്തെ ഒരു സംഭവമല്ല. നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേർക്കും സമയം കൊടുത്തേക്കാണ്. അവർക്ക് ഇത് ഈ ഒരു സിറ്റുവേഷൻസിനോടൊക്കെ ഒന്ന് അഡാപ്റ്റീവ് ആയി എല്ലാം ഒന്ന് കംബാക്ക് അല്ല ഇതൊരു തിരിച്ചു വരാനായിട്ടുള്ളൊരു ഇതാ. ആ ഒരു ഇതിൽ എത്ര പേരുണ്ട്, എല്ലാവരും ഉണ്ടെന്നറിയാൻ, എത്ര പേരൊക്കെ കളിക്കുന്നു ഇനി മുന്നോട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ അറിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള ആൾക്കാരെ എടുക്കാനും അല്ലെങ്കിൽ ബാക്കി ഇനിയുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യാനും എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ. ബ്രോ ഒരു കാര്യം പറയട്ടെ, ബ്രോയ്ക്ക് ഗ്യാങ്ങിനെ പറ്റി ഒന്നും അറിയില്ല, ലീഡറായി നിൽക്കാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല, എപ്പോഴെങ്കിലും വരുന്നതല്ല ഒരു ലീഡർ എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലം വരുന്നത്. മിഥിലാജ് ആണോ? ആണെങ്കിൽ നീ ഉമ്പിക്കോ. എടാ ഞാനൊരു കാര്യം പറയാം, നിന്റെ അടുത്ത് ഞാൻ ക്ലിയർ കട്ടായിട്ടൊരു കാര്യം പറഞ്ഞു. എന്നേക്കാൾ നന്നായിട്ട് അത് നല്ല രീതിയിൽ അവിടെ ഒരാൾ നോക്കുന്നത് കണ്ടോണ്ട് ആ ഒരു ഈഗോ പ്രശ്നം ഉണ്ടാവണ്ട എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി വിട്ടുകൊടുത്ത് മാറി എന്നതാണ്. നീ കമ്പയർ ചെയ്യുന്ന ആരെയൊക്കെ വെച്ചാണല്ലോ അവരെല്ലാം ടി വിയിൽ എടുത്തത് ഞാൻ തന്നെയാണ്, മനസ്സിലായോ? അവരൊക്കെ എടുത്തത് ഞാൻ തന്നെയാണ് ടി വിയിൽ. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഈഗോയിസ്റ്റിക് അല്ലാതെ മാറിക്കൊടുക്കാനും ഊക്ക് കൊള്ളാനും ഇത് വെക്കാനും എല്ലാം ഒരു സ്പേസ് കൊടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് പരിന്തു വാസു എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ് ടി വിക്കകത്ത്. അല്ല അത് എല്ലാവരും നോക്കിയാൽ മതി ഗൈസ്. ഞാൻ ഇതുവരെ ഒരാളെയും വിലക്കിയിട്ടില്ല. എന്നെ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ കളിയാക്കുന്നതിനോ അല്ല ഇതാക്കുന്നതിനോ ഒന്നും ഞാൻ ഒരാളെ വിലക്കിയിട്ടില്ല ഇതുവരെ. ഒരാളെയും വിലക്കിയിട്ടില്ല. ഞാനത് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഞാൻ അങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പൊ എന്റെ ക്വാളിറ്റി എന്താണ്, എന്റെ ഇതെന്താണെന്നുള്ളത് എനിക്ക് നിന്നെ ഒന്നും പ്രൂവ് ആവശ്യമില്ല. ഇപ്പൊ ചേരി തിരിഞ്ഞ് കുറച്ച് ടോക്സിക് ഓഡിയൻസ് വരും ഗൈസ്. ഇപ്പൊ ചേരി തിരിഞ്ഞ് കുറച്ച് ആൾക്കാർ വരും. എനിക്ക് ഇങ്ങനത്തെ കുണ്ണുകളോട് പട്ടി വിലയാ, എനിക്കറിയാം. കാരണം ഈ പേരുകളൊക്കെ ഞാൻ ചാറ്റുകളിൽ കാണാറുള്ളത് കൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് അങ്ങനത്തെ കുണ്ണുകളോട് പട്ടിയുടെ വിലയാ. പട്ടിയുടെ സീരിയസ് ആയിട്ട് എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് അത്രയും വിലയുള്ളൂ അവനൊന്നും. ഇവനെ ഒന്നും എനിക്ക് ബോധിപ്പിക്കുകയും ഇവന്റെ അടുത്തൊന്നും ഒരു മര്യാദയ്ക്ക് ഒരു റിപ്ലൈ പോലും ഞാൻ പറയത്തില്ല. ഇവൻ എന്നെ തെറി വിളിച്ചില്ലേ പോലും ഞാൻ ഇവന്റെ അടുത്തൊക്കെ തിരിച്ച് ഇങ്ങനെ പറയത്തുള്ളൂ. ഞാൻ ഇവനെയൊക്കെ തെറി വിളിച്ചേ പറയത്തുള്ളൂ. ആസ് എ ലീഡർ എന്റെ ക്യാരക്ടറിന്റെ പവർ എന്താണ്, എന്റെ ഇതെന്താണെന്ന് എനിക്കറിയാം, മനസ്സിലായ? ഇന്നും ഇപ്പത് ഇത് തിരിച്ചു തുടങ്ങിയാൽ പോലും ഞാൻ പറയുന്നതിന്റെ അപ്പുറത്ത് ഒരാൾ നിൽക്കത്തില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെ നിൽക്കുന്നവർ നിന്നാ മതി, മനസ്സിലായ? നീയൊന്നും അല്ല, ഞാനാ തുടങ്ങിയത്. എനിക്കറിയാം എങ്ങനെ ഇത് കൊണ്ടുപോകണം, എങ്ങനെ നിർത്തണം, എങ്ങനെ ബിഹേവ് ചെയ്യണം. അതെന്നെ പഠിപ്പിക്കല്ലേ. ഓക്കെ, അത് അതിന് നീ ഏതാ? റേഞ്ച് KDM. ഓ അത് ബ്രോ, ഞാനിവിടെ എനിക്ക് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു KDM എന്ന്, മറ്റേ റേഞ്ച് KDM ആണ് അത് തുടങ്ങിയത്. അപ്പൊ ആ KDM ഞങ്ങൾ ഇങ്ങനെ നിർത്തുന്നതിനെ പറ്റി സംസാരിക്കുമായിരുന്നു. ആ കണ്ടാറോളുടെ മോനെ. ആ പിന്നെ അവൻ വന്നിരിക്കണം, അവൻ ചോദിക്കാൻ എന്നോട്. ഗോപകൃഷ്ണ താങ്ക് യു സോ മച്ച് 20. ക്ലൗഡ് കിഡ താങ്ക് യു സോ മച്ച് 20. നന്ന തുടങ്ങിയപ്പോ തൊട്ട് കൂടെ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. ട്രാക്ക് എത്ര ഉള്ളടാ? താങ്ക് യു സോ മച്ച്. അപ്പൊ കേസ് വേറെ ഒന്നും ഇല്ലല്ലോ, ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഞാൻ എങ്ങും പോണില്ല. TV ഇവിടെ തന്നെ ഉണ്ടാവും. TVയിലുള്ള ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കിയുള്ളവരെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഒരു മിനിറ്റ് guys. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? വേറെ ഒന്നും ഇല്ലല്ലോ കേസ്, വേറെ ഒന്നും ഇല്ലല്ലോ. ചോദിക്കാൻ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി. വി ആർ ഓൾവേസ് വിത്ത് യു. ഹാരി XD. ബ്രോ അത്രേ ഉള്ളൂ. സോ എനിക്ക് ഇനി അങ്ങോട്ട് ഞാനിനി ഒരു കാര്യം പറയാണ് കേസ്. ജോക്കി, ഞാൻ ഇപ്പോഴും പറയുക, എനിക്ക് വെറുതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേഴ്സാക്കാനും മറ്റേ സംസാരിക്കാനൊന്നും താല്പര്യമില്ല. അതായത് വേറെ എന്തെങ്കിലും ഇനി അവർ ലൈവ് വരുന്ന സമയത്ത് ഇനി അവരെന്തെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ എന്നോട് ചോദിക്കാം. പക്ഷേ എനിക്ക് ബാക്കി ഇത്ര നാൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് മറ്റേ ഓൺലൈനിൽ ഇരുന്ന് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നതിനോടും തല്ല് വിളിക്കുന്നതിനോടും താല്പര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാം, ഫോൺ എടുക്കാം, വിളിച്ചാൽ ഫോൺ എടുക്കാം. ഞങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ എടുക്കാതിരിക്കത്തില്ല, എന്തായാലും തിരിച്ചു വിളിക്കുമ്പോൾ എടുക്കാം. ആൻഡ് ഓൺലൈനിലിരുന്ന് മറ്റേ ബാക്കിയുള്ളവർ ഇത്രയും നാൾ ചെയ്തതുപോലെ ചെയ്യാൻ എന്നെ കിട്ടത്തില്ല ഗൈസ്. ഞാൻ ഇപ്പോഴേ പറയുകയാണ് നിങ്ങളോട്, ഞാനത് ഇപ്പോഴേ പറയുക, എന്നെ അതിന് കിട്ടത്തില്ല. അത് എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ജോക്കിയാണ് ഒരു കമ്പാക്ക് പ്രതീക്ഷിക്കുക ഈ ടൈമിലെന്ന്. CFCs കളിക്കുമ്പോൾ മൾട്ടിപ്പിൾ കളിക്കാൻ പറ്റും. എനിക്കറിയാം ബ്രോ, എനിക്ക് CFCസിനോട് വലിയ താല്പര്യമില്ല. താങ്ക്സ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ്.
പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ, ഇവിടുത്തെ മോഡറേറ്റേഴ്സ് എന്തോ മോശമായിട്ട് പറഞ്ഞു എന്ന് വേറെ കുറെ മോഡറേറ്റേഴ്സ് പറയണ കേട്ട്. കഴിഞ്ഞ ദിവസം ആഷിൻ ചേട്ടൻ ഇവിടെ വന്ന സമയത്ത് ഗൈസ്, ഞാൻ ഒരു കാര്യം ചോദിച്ചേ, നിങ്ങളടുത്ത് ആഷിൻ ചേട്ടനായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾ എല്ലാവരും കേട്ടായിരുന്നോ? ഇത് ഞാൻ റിബലിനോടോ ബാക്കിയുള്ളവരോടോ അല്ല പറയണ റിപ്ലൈ അല്ല, അവിടുത്തെ മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ മെസ്സേജ് കണ്ടതിന് ശേഷം ഞാൻ പറയണ ഒരു കാര്യമാണ്. ആഷിൻ ചേട്ടൻ ഇവിടെ വന്നപ്പം വേറെ ആരായിരുന്നെങ്കിലും ആ സ്ഥാനത്ത് ഞാൻ അൾട്ടിമേറ്റ് ട്രിഗറായി ഞാൻ വായി തോന്നി ഞാൻ വിളിച്ചു പറഞ്ഞേനെ, ഒരു സംശയമില്ല. അത് ആഷിൻ ചേട്ടൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടത്. ഞാൻ എന്തെങ്കിലും പുള്ളിയുടെ അടുത്ത് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് പറയണം. ഞാൻ പുള്ളിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്തോന്ന് എനിക്ക് എൻ്റെ മനസാക്ഷി അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചോദിക്കുന്നേ ഉള്ളൂ കേട്ടാ. ഇത് ഞാൻ വേറെ ആരോടത്തും ഉള്ള ഒരു കാര്യമല്ല. ഞാൻ പുള്ളിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ടോ മറ്റേ ഇതായിട്ടോ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊന്നും ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടെ പ്ലേ ചെയ്ത് ആദ്യം തൊട്ട് കേൾക്കാം. എടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു കാര്യം സീരിയസ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വിചാരിച്ചു ഒരു പോയിന്റ് ഇവൻ വല്ല റോങ്ങും ആവുമോ എന്നുള്ളത്. പക്ഷെ ഇവൻ ഒരു രീതിക്ക് മോശമായിട്ട് സംസാരിച്ചതുമില്ല. ഇത് എങ്ങനെ ടി വി ആയിട്ട് ഇഷ്യൂ ആയെന്ന് എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നുമില്ല. ഇവൻ മോശമായിട്ട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. എപ്പോഴും അശ്വിൻ ബ്രോ റെഗുലിനെ പറ്റി പറഞ്ഞപ്പോഴും മോശം നല്ലതായിട്ടാ സംസാരിച്ച്, ഡിഫെൻഡ് ചെയ്തത് നല്ലതായിട്ടാ ഡിഫെൻഡ് ചെയ്തത്. എനിക്ക് സീരിയസ്ലി അത് മനസ്സിലായിട്ടില്ല, എന്തോ ഇഷ്യൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി. ബാബുഗിരി ബാബുഗിരി ജോക്കി ഇവർ 3 പേരെ വെച്ച് തുടങ്ങിയ തൈകളെ നീ ഈ ഗ്യാങ് ഇനി അവർ 3 പേര് മാത്രമേ ഉള്ളൂ എന്നെങ്കിൽ ഞങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഷബാബ് താങ്ക് യു. എന്നാ റെസ്പെക്ട് ഡെസിഷൻ. ഇനി നിയോൺ കളിക്കോ? നിയോൺ ഒന്നും വയ്യടാ. അപ്പൊ അല്ല, എനിക്കത് വേറെ കുറെ മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് പറയണ കണ്ടപ്പം എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. പിന്നെ നമ്മുടെ മോഡറേറ്റേഴ്സ് പിള്ളേർ എന്തോ മോശമായിട്ട് പറഞ്ഞു എന്നുള്ളൊരു കാര്യം. പിന്നെ കാര്യം ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ ജോക്കർ ബ്രോ ഇല്ലേ, ജോക്കർ ബ്രോ മൈരൻ കൊള്ളാലോ എന്ന് പറഞ്ഞത് ഹെദയാണ്. അതിന് റിബല് സോറി പറഞ്ഞു എന്ന് പറയണേ. എന്നാലും ഞാൻ നിങ്ങൾ ലൈവ് കണ്ടോണ്ടിരുന്ന ആൾക്കാരോട് പറയാ, റിബല് എന്താ ലൈവിലിരുന്ന് അങ്ങനെ ജോക്കർ ബ്രോ അങ്ങനെ പറയരുത് അതെന്റെ ചേട്ടനാന്ന് പറഞ്ഞപ്പം ജോക്കർ ബ്രോക്ക് വരെ പെട്ടെന്ന് ഇതായിപ്പോയി. ഹെദയാണ് അങ്ങനെ പറഞ്ഞത്. അതായത് പുള്ളി വന്ന് ഹെദയെ പറ്റി പറഞ്ഞപ്പം മുമ്പേ അശ്വിൻ റിബലിന്റെ സഹോദരനാണ്, പുള്ളിക്ക് അറിയാം. ജോക്കർ ബ്രോ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ട് കേസ്. ഇവിടെ വന്നിട്ട് പുള്ളി വന്നിട്ട് നേരെ വന്നിട്ട് അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്ത ആളാണോ ജോക്കർ ബ്രോ? അത് പുള്ളി ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു പുള്ളിക്ക് ആകെപ്പാടാണ്. ഈകളെ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം മാത്രമായിട്ട് കണ്ടാൽ മതി. ഓൾവേസ് വിത്ത് യു ബ്രോ. വിപിൻ ദാസ് വീഡി, താങ്ക് യു സോ മച്ച് ഫോർ 1000 rupees ബ്രോ. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. ആ ടോപ്പിക് ഇടാം, മേലെ വിളിക്കാം. അതെ ഇത്രേ ഉള്ളൂ കേസ്. ഇപ്പൊ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയുണ്ടെങ്കിൽ ചോദിക്കാം. ലൈക്ക് ഞാൻ പിന്നെ ഇനി ഞാൻ ഇനി എൻ്റെ അടുത്ത് ഇവിടുത്തെ വേറെ കൊണ്ണുകൾ പറയും മറ്റേ ഇത് ആലോചിച്ച് വരാനുള്ള സമയം. ഇന്ന് രാവിലെ തന്നെ ലൈവ് ഇട്ടതിന്റെ കാര്യം അതാണ്. സത്യം പറയല്ല, ഇന്ന് രാവിലെ തന്നെ ലൈവ് ഇട്ടതിന്റെ മെയിൻ ഒരു കാര്യം അതാണ്. എന്തോ അമ്മയെ തല്ലിയാലും 2 അഭിപ്രായമുള്ള ഈ നെഗറ്റീവ് ആളുകളോട് സംസാരിച്ച് വെറുതെ സമയം കളയാതെ ഒഴുക്കിനെതിരെ നീന്തുന്ന എന്തെന്നാലും ബോധ്യപ്പെടും. അന്നും താങ്ക് യു സോ മച്ച് ബ്രോ. അങ്ങനെ ഞാൻ അഖിൽ തിരുവനന്തപുരം ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് എൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളൊരു കാര്യമല്ല ബ്രോ, ഞങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഞാൻ പറയണ മെയിൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോ ഞാനിത് നിർത്തിയെങ്കിൽ പോലും ഞാനിപ്പോ ഇല്ല ഇവരിതിനകത്തുനിന്ന് പോയെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാണ്, എനിക്കൊരു റിവലറി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നായിരിക്കത്തില്ല സംസാരിക്കുന്നത്. പോവാനുള്ള മൈരങ്ങളൊക്കെ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോയേനെ. കാരണം വേറെ ആരും എനിക്ക് ബോധിപ്പിക്കേണ്ട, ഇത് ഞാൻ തുടങ്ങി വെച്ച സാധനമാണ്. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട, എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ അങ്ങനെ പോയിരുന്നത് പറയൂ. എനിക്കതല്ല വേണ്ടേ. എല്ലാവരുടെയും ഡിസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ അവരുടെ ഡിസിഷൻ ആയാലും എൻ്റെ ഡിസിഷൻ ആയാലും അതേ എനിക്ക് നിങ്ങളോട് പറയുള്ളൂ. വേറെ അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും പറയില്ല സത്യം പറഞ്ഞ. അണ്ണൻ ടി വിയിടത്തോളം കാലം ഞങ്ങളുണ്ട്. റിൻഷാദ് ബ്രോ താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. നിങ്ങളിവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അതിനുള്ള പിള്ളേരെയും കളിക്കുന്ന പിള്ളേരും ബാക്കിയുള്ളവരും ഉണ്ടാവും. അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഗൈസ്. ഇത്രയും നിങ്ങളുടെ അടുത്തും എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെയും അങ്ങനെ ഡിസപ്പോയിന്റ് അല്ല. ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ, ഞാൻ വേണമെങ്കിൽ ഞാൻ എന്നാ പോളിടാം. അല്ലെ, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇങ്ങനൊരു സ്റ്റേജിലല്ല ഞാനിത് നിർത്താൻ പ്ലാൻ ചെയ്തേക്കണത്. അതായത് ഞാൻ ഉദ്ദേശിക്കണ പ്രൈം എന്ന് പറഞ്ഞത് വെച്ചാൽ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞത് ടി വിയെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് നിർത്തണം വേണ്ടെന്ന് നിങ്ങൾ തന്നെ പറ. അല്ലെങ്കിൽ ഇതിനിപ്പോ നിർത്തണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് പറ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വേണമെങ്കിൽ ഡിസിഷൻ എടാ എടുക്കാം. പൊട്ടാ ഇല്ല നിർത്തണ്ടെന്നല്ലേ ഇവരെല്ലാരും അല്ല പറയുന്നേ. ജോക്കി, ഞാൻ പറയണത് അങ്ങനല്ല. ലൈക്ക് എനിക്ക് ഇതല്ല ആ മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നണ ജോക്കി. എനിക്ക് ഇതല്ല ആ മൊമെന്റ് ആയിട്ട് തോന്നണേ, സീരിയസ് ആയിട്ട്. എനിക്ക് ഇതല്ല മൊമെന്റ് ആയിട്ട് തോന്നുന്നത്. ഇതില് നിർത്തിയ ഒരുമാതിരി ഞാൻ മറ്റേ SWRP എന്ന് പറയണ മറ്റേ കുണ്ണുകളുടെ മാരുടെയൊക്കെ മുമ്പിൽ ഞാൻ മറ്റേ ഊമ്പനായി പോണത് പോലെ ആയി പോകും. അല്ലാതെ അതാ പറഞ്ഞ നിർത്തരുതെന്ന്. ഈ സമയത്തൊന്നും നിർത്താൻ എനിക്ക് എന്തായാലും താല്പര്യമില്ല. ഇതൊരു അങ്ങനത്തെ ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കണ്ടോ, ഒരുത്തൻ പോലും എസ് പറയുന്നില്ല, അല്ല എല്ലാരും നോയാ പറഞ്ഞു. എന്താടാ എന്ത് കാണാനാ? അച്ഛനിരിക്കണം നിന്റെ ഇവിടെ കാണാൻ വരാൻ. ഇരിക്കാൻ വരാൻ നീ രാവിലെ 11:30 നീ കാണാൻ വരാന്ന് ഇരിക്കണ. ആ മൊണ്ണ ഇപ്പഴാണോ വരുന്നത്? രാത്രി വിളിച്ചു പറഞ്ഞ് രാവിലെ ഞാൻ പറഞ്ഞേ. അവൻ വന്നോ അനന്തു? ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഓ ഞായറാഴ്ചയല്ലേ, അളിയന് ലീവാ. ലീവിന്റെ ഇതിൽ വന്നതാണ്. വിൽ ബി ദേർ വിത്ത് യു ബ്രോ ലൂസിഫർ. താങ്ക് യു സോ മച്ച് 25. ഞാൻ എടാ TV വരുന്നോ? എടുക്കട്ടെ? കോഹ്ലിയുടെ ആയാൽ മതിയോ നിനക്ക്? ചെറിയതിൽ വേഷമോ? നാടകമോ ഇത്? ചെറിയതിൽ വേഷം നോക്കാ മതിയോ? വേഷൻ. വിഷ്ണു പ്രവീൺ ബ്രോ താങ്ക് യു സോ മച്ച് 100. അണ്ണ തുടരും. അത്രേ ഉള്ളൂ, തുടരും. മൃദുൽ ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. പോകുന്നവരൊക്കെ പോട്ടെ, നിൽക്കുന്നവരൊക്കെ നിൽക്കട്ടെ. പഴയ വരും ദിവസമായിട്ടും TV ആയിട്ടൊന്നും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ കേറൂടാ, ഞാൻ എല്ലായിടത്തും പറഞ്ഞു ഞാൻ കേറും. ഞാൻ ഓൾറെഡി കേറാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ എലിയുടെ ഇതിനു വേണ്ടി മാത്രമാ. കേറാം കളിക്കാം. ഇന്നലെ ജോക്കി എടുത്ത് ഇങ്ങനെ പറഞ്ഞ് റിബല് പോകുമ്പോ റിബലിന്റെ കൂടെ കുറച്ചു പേര് പോകുമായിരിക്കും ജോക്കി എന്ന് പറയുമ്പോ ജോക്കിയുടെ അടുത്ത് ആദ്യം എന്നാ പോകുന്ന കാര്യമല്ല, അത് നേരെ അടുത്ത് ചോദിക്കാതെ ഞാൻ തിരിച്ചു കയറട്ടെ എന്ന്. എല്ലാരും ഇറങ്ങി പോയല്ലേ, ആരെങ്കിലും ഒക്കെ വേണ്ടേ? അയ്യോ, ഒരു CPR കൊടുക്കുമ്പോ കണ്ടിട്ട് കുറെ ആയില്ലേ പ്ലീസ് ഒന്ന് ഹെൽപ്പ്. ജോക്കർ ബ്രോ നിങ്ങക്ക് എന്തിന്റെ സൂക്കേടാ ജോക്കർ ബ്രോ? എന്തിനാ ഇങ്ങനെ ചെയ്യണം ജോക്കർ ബ്രോ? ഇത് കണ്ടോ? എന്തിനാ ഇതൊക്കെ? സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത് സോൾവ് ആക്കാൻ ഇനിയൊരു അവസരം കിട്ടിയ ഞാൻ മാക്സിമം സോൾവ് ആക്കാൻ നോക്കത്തേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ വിനീതേ അതോ രണ്ട് സൈഡിൽ നിന്നും കൂടെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ആക്കാന്നേ ഉള്ളൂ. ഇവിടെ രണ്ട് സൈഡിൽ നിന്നുള്ളൊരു ഇമ്പാക്ട് കിട്ടുന്നില്ല. പരന്തുവാസം ഉണ്ടേ നമ്മളുണ്ട്, അത്രേ ഉള്ളു ബ്രോ. പരന്തുവാസം കൂടെ ഉണ്ടാവും, പോത്തില്ലെങ്ങും. നന്ദു ബ്രോ താങ്ക് യു സോ മച്ച്. എന്തുവാടാ കൊടുത്തു വിട്ടെ? അറിഞ്ഞൂടാ, വാഷ് ബേസിൽ ഒഴിച്ച് കളയടാ. നിർത്തല്ലേ അയ്യോ രോഹിത് ബ്രോ, അങ്ങനെ നിർത്തിപ്പോലെന്ന് പറയാൻ വേണ്ടിട്ടല്ല ഞാൻ വന്നത്. ഞാൻ നിർത്തുന്നില്ലെന്ന് പറയാൻ തന്നെ വന്നത്. നിങ്ങൾ ഇങ്ങനെ പറയരുത്, സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് പറയരുത് നിർത്തല്ലേ അണ്ണ. അതിന് വേണ്ടിട്ടല്ല, ഞാൻ നിർത്തത്തില്ല. ഇപ്പൊ ഇത് നിർത്തത്തില്ല. ഇപ്പൊ ഇത് നിർത്താൻ പറ്റുന്ന ഇതല്ല. ബ്രോ കുറെ ആൾക്കാർ കമന്റ് റിപ്ലൈ പറയിച്ച് റിബലിലൊക്കെ ആയി എനിമി സെറ്റപ്പ് ആക്കാൻ വരുന്ന ടീമുകളുണ്ട്. സോ ട്രിഗർ ആവരുത്. ഇല്ല ഒരിക്കലും ആവത്തില്ല, അങ്ങനെ ഒരിക്കലും ആവത്തില്ല. ആഡ്രി ബ്രോ താങ്ക് യു സോ മച്ച് 29 റുപ്പീസ് സൂപ്പർ ചാറ്റ്. എടാ പിള്ളേർ ഇപ്പഴും പറഞ്ഞെന്താന്ന് വെച്ചാൽ സോൾവ് ആക്കാൻ വരുന്നൊരു ഇത് പോയിന്റ് കിട്ടുന്നില്ല, മനസ്സിലായോ? രണ്ട് സൈഡിൽ നിന്നും കൂടെ റെസ്പോൺസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ആ സൈഡിൽ നിന്ന് റെസ്പോൺസ് ഇല്ലാത്തടത്തോളം കാലം ഞാൻ എന്ത് സംസാരിക്കാനും സോൾവ് ആക്കാനോ? ഇനി വന്നാലും സോൾവ് ആക്കാൻ വേണ്ടി മാക്സിമം നോക്കാം. എല്ലാരും ഒരുമിച്ച് നിക്കണം എന്നാണ് അറ്റ് എൻഡ് ഓഫ് ദി ഡേ എല്ലാവരുടെയും ആഗ്രഹം.